ഹലോ അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്നത്തേതൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതലും നമ്മൾ ദുബൈയിലെത്തിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുപോയ അൺബോക്സിങ് അല്ലേ കാണിയിൽ. അപ്പോൾ ഇത് നമുക്ക് ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് കുറച്ച് പാഴ്സലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും പിന്നെ ഇതിൽ നമ്മളെ ഒരു ചെറിയൊരു റെസിപ്പി പോലെ ഒരു വീഡിയോയും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമാവുമായിരിക്കും. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ പോയ ടൈമിൽ ഇപ്പോൾ നെല്ലിക്കേൻ്റെ ഒരു സീസണല്ലേ വരുന്നത്. അപ്പോൾ എവിടെ നോക്കിയാലും നെല്ലിക്ക ഇങ്ങനെ കാണുന്നുണ്ട്. നെല്ലിക്ക, ഓറഞ്ച് അതെല്ലാം ഇങ്ങനെ ഒരു വണ്ടിയിലെല്ലാം ഇങ്ങനെ വിൽക്കുന്ന കാണലുണ്ട്. അപ്പം ഞാൻ കുറേ നാളായി കേട്ടോ ഈ നെല്ലിക്കയെല്ലാം വാങ്ങിയിട്ടും ഇങ്ങനെയെല്ലാം ആക്കാനെല്ലാം ഞാൻ എപ്പോഴും വിചാരിക്കും. ഇത് ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വ്ളോഗിൽ ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ടത് കാണിച്ചു തരാം. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായില്ലേ നെല്ലിക്ക ഉപ്പിലിടുന്ന എങ്ങനെയാണെന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് നെല്ലിക്ക ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് നെല്ലിക്കയെല്ലാം നല്ലപോലെ ഒന്ന് കഴുകി ക്ലീനാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലപോലെ കഴുകണം കേട്ടോ. കാരണം ഈ റോഡ് സൈഡിനെല്ലാം വിൽക്കുന്ന ടൈമിലുണ്ടല്ലോ നമ്മൾ എന്ത് വാങ്ങിച്ചാലും നല്ലപോലെ കഴുകണം. അപ്പോൾ ഞാനതിൽ കുറച്ച് വിനീഗറെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ കഴുകി എടുക്കലാണ് കേട്ടോ. ഇത് കുറച്ച് സമയം ഒരു 5-10 മിനിറ്റെങ്കിലും ഒന്ന് വിനീഗറെല്ലാം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും ഇതെല്ലാം ഉണ്ടെങ്കിൽ അങ്ങ് പോയി കിട്ടുമല്ലോ. അപ്പോൾ ഇതാ നെല്ലിക്ക നല്ല പോലെ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ആ ഒരു പണ്ടത്തെ എന്നല്ല ഒരു നാടൻ നെല്ലിക്കയില്ലേ നമ്മൾ ഈ സ്കൂളിൻ്റെ എല്ലാം മുറ്റത്തെല്ലാം ഉണ്ടാകുന്ന ആ ഒരു കുഞ്ഞു നെല്ലിക്ക, അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പക്ഷേ ഇത് ആ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ആ ഒരു സ്കൂൾ മുറ്റത്തെല്ലാം ഉണ്ടാകുന്ന ആ ഒരു നെല്ലിക്കയാണ്. നമ്മൾ ഇവിടെ നെല്ലിമരെല്ലാം നട്ടുകൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും പിടിക്കുന്നു വലിയ പ്രതീക്ഷയിൽ. പക്ഷേ ഈ ഒരു ടൈപ്പായിരിക്കും കേട്ടോ അത്. നമ്മൾ ആ ഒരു നാടൻ നെല്ലിക്ക എന്ന് പറയുമ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ മുറ്റത്തെല്ലാം കാണുന്ന ആ ഒരു ടൈപ്പ് തന്നെ വേണം. അപ്പോൾ ഇതാ ഞാൻ നെല്ലിക്കെല്ലാം നല്ല അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഇങ്ങനെ പുഴുങ്ങി എടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ആവി കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് 2-3 രീതിയിൽ ചെയ്യലുണ്ട് കേട്ടോ ചില ആൾക്കാർ. ഇത് പച്ചയോടെ ഉപ്പിലിട്ട് വെക്കലുണ്ട്. പക്ഷേ ഇതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. പച്ചയോടെ ആകുമ്പോൾ ഭയങ്കര ഇത് ഒരു ക്രിസ്പ്നെസ് അല്ല, ആ ഒരു കടിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹാർഡാണ്. എന്താണെന്നറിയില്ല, അതിന് പ്രത്യേകിച്ച് ഒരു പേരൊക്കെ അറിയുന്നില്ല പറയാൻ. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഉണ്ടാവില്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. പക്ഷേ ഇതിപ്പോൾ നിൽക്കുമ്പോൾ ഒന്നും കണ്ട ആ ഒരു കളറ് ജസ്റ്റ് ഒന്ന് ആ ഒരു ഗ്രീനിഷ് കളറൊന്ന് ചേഞ്ചായി വന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നെല്ലിക്കേൻ്റെ ആ ഒരു വെള്ളം ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വിനീഗർ ഞാനിപ്പം ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തതേ ഇല്ലു. പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ വെള്ളം കുറച്ചധികം ഉപ്പിനെ ചേർത്ത് കൊടുക്കണം, എന്നാലാണ് ആ ഒരു നെല്ലിക്കയിൽ നല്ലോണം ഉപ്പെല്ലാം ഒന്ന് പിടിച്ച് സെറ്റായി കിട്ടണമല്ലോ. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. കാരണം ഈ ഒരു വെള്ളമാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളായിട്ട് ഷെയർ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ആക്കിയതാണ്. അപ്പം സംഭവം അടിപൊളിയായിന്. ഇനിയിപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം പച്ചമുളകൊന്നും വാങ്ങിച്ചതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് മുറ്റത്ത് പച്ചമുളകെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ കുറച്ച് പറിച്ചുകൊണ്ട് വരാം. കാരണം ഇതിൽ മെയിനായിട്ട് നമ്മൾ കാന്താരി മുളകാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ കാന്താരി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. ഇനി ഇത് ഏകദേശം ഒരു കാന്താരിയിലെല്ലാം നല്ല എരിവും ഇതെല്ലാം ആയിട്ടുള്ളൊരു ചെറിയ ടൈപ്പ് പച്ചമുളകാണ് കേട്ടോ ഇത്. അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് ഫാൻ ഇട്ടിട്ടൊന്ന് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്.
ഇപ്പം ഇതാ നല്ലൊരു ഗ്ലാസ് ജാർ എടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം ആക്കുന്ന ടൈമിലുണ്ടല്ലോ ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ തന്നെ എടുക്കാം കേട്ടോ. എന്നാലാണ് കുറച്ചും കൂടിയും നല്ലത്. നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊന്നും അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എന്താണ് നല്ല സുഖമല്ലേ. കുറേ നാൾ വരെ നമ്മൾ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുപ്പിയെല്ലാം എടുക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ നെല്ലിക്കെല്ലാം ഒന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചില കടകളിൽ നിന്നെല്ലാം വാങ്ങിക്കുന്നില്ല, ഇങ്ങനെ ബീച്ചിലും പാർക്കിലെല്ലാം കാണുന്നില്ല ഇങ്ങനത്തെ നെല്ലിക്ക ഉപ്പിലിട്ടതെല്ലാം. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ഇത് ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാം നമ്മൾ ഇങ്ങനെ ബോക്സിലെല്ലാം ഇട്ടിട്ട് എടുക്കുന്നതാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വണ്ടിയിലെല്ലാം പോകുമ്പോൾ കഴിക്കാൻ നമ്മൾ മെയിനായിട്ട് അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത്. കാരണം ചോറിനൊന്നും ഇവിടെ അങ്ങനെ നെല്ലിക്കൊന്നും ഇതൊന്നും അങ്ങനെ എടുക്കൽ കുറവാണ് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം. പിന്നെ ഇങ്ങനെ നോർമലി നമ്മൾ വെറുതെ ഇരിക്കുന്ന ആ ഒരു ടൈമിലെല്ലാം വൈകുന്നേരം എല്ലാം ഇറങ്ങുന്ന ടൈമിൽ ഇങ്ങനെ നെല്ലിക്ക ഇങ്ങനെയെല്ലാം കഴിക്കാനൊരു പാങ്ങ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നെല്ലിക്കയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പച്ചമുളകൊന്ന് എന്താണ് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ ആ ഒരു വെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ട് എന്താ പറയുക ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് കുലുക്കി കൊടുത്താൽ മൊത്തത്തിലൊന്നും ആവുമല്ലോ. ഇനിയിപ്പോൾ ഇത് ഇന്ന് രാത്രിയിലാണ് ആക്കുന്നതിന് ഒന്ന് ഫുള്ളായിട്ടൊരു ദിവസം വെക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു നെല്ലിക്കയിൽ ആ ഒരു ഉപ്പും പുളിയെല്ലാം പിടിച്ച് എന്താണ് നല്ല സെറ്റായി കിട്ടുമല്ലോ. അപ്പോൾ ഇത് നമ്മളെ നെല്ലിക്ക ഉപ്പിലിട്ടത് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാൻ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ദുബൈയിൽ നിന്ന് വന്ന പെട്ടി അൺബോക്സിങ് ആണ്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ പെട്ടി ദുബൈയിലെത്തിയിട്ട് അൺബോക്സിങ് ആണ് കൂടുതലും കാണൽ. കാരണം ഞാൻ ദുബൈയിലുള്ള ടൈമിൽ എല്ലാവരും വരുന്ന ടൈമിൽ ഞങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് എല്ലാം എന്താണ് നാട്ടിൽ നിന്ന് കൊണ്ടു തരുന്നുണ്ട്. അപ്പോൾ ഞാനതെല്ലാം അൺബോക്സിങ് എല്ലാം ആക്കുന്ന ഒരുപാട് വീഡിയോസ് എല്ലാം മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ദുബൈയിൽ നിന്ന് വന്നതാകുമ്പം കുറച്ചും കൂടി സ്പെഷ്യലല്ലേ. നാട്ടിൽ നിന്ന് വന്നതും ആടെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. കാരണം നാട്ടിലത്തെ ഐറ്റംസ് എല്ലാം ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്ക് കാണാനും കഴിക്കാനെല്ലാം. പിന്നെ മെയിൻ ഫുഡ് ഐറ്റംസ് ആണല്ലോ നാട്ടിലത്തെ ആ ഒരു പെട്ടിയിലുണ്ടാവല്. പക്ഷേ ദുബൈയിൽ നിന്ന് വരുന്നത് വേറെ ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ കഴിഞ്ഞ ദിവസം 2 പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എന്താണ് കുറേ ഇപ്പോൾ നമ്മളെ ന്യൂ ബോൺ ബേബി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ഓൾ ഐറ്റംസ് പിന്നെ മക്കൾക്കില്ല കുറച്ച് ടോയ്സും കാര്യങ്ങളെല്ലാം ആണ് അതിലുള്ളത്. പിന്നെ നമ്മൾ മുമ്പേ ഉണ്ടായ ടൈമിൽ അവിടുന്ന് യൂസ് ആക്കിയിട്ടില്ല കുറച്ച് ഐറ്റംസ് എല്ലാം ഇതിലുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ അങ്ങനത്തെ കുറേ ടൈപ്സ് സാധനങ്ങളാണ് കേട്ടോ അതിലുള്ളത്. പിന്നെ എല്ലാവർക്കും ഈ അൺബോക്സിങ് എന്താണ് ദുബൈ പെട്ടി ഒളിക്കൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കാണാൻ വേണ്ടിക്ക്. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ മക്കൾസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനത്തെ എല്ലാം ഓപ്പൺ ആക്കാനായിട്ട്. അപ്പോൾ ഇത് രാത്രിയിലായിരുന്നു വന്നിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ഇവരെല്ലാം ഉറങ്ങിയ ടൈമിൽ ഞാൻ അങ്ങനെ തന്നെ അവിടെ വെച്ച് പിറ്റേ ദിവസം അൺബോക്സിങ് ആക്കാമല്ലോ. അപ്പോൾ ഇവരെയും കൂടി കൂട്ടിയിട്ട് തന്നെ ഓപ്പൺ ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ ഇവർ രാവിലെ എഴുന്നേറ്റപാട് ഉമ്മ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇത് തന്നെ. അപ്പോൾ ഇവർക്ക് അറിയുന്നില്ല ഇതെന്താണെന്ന് സംഭവം എന്നൊന്നും ഇവർക്ക് അറിയില്ല കേട്ടോ. കാരണം ഇവരൊരു അറിവിലായിട്ട് ഈ 2 ചൊട്ടാസുകളുണ്ടല്ലോ. അപ്പോൾ ആയിഷാവും ഹംദാനും ഇങ്ങനെ ഒരു അൺബോക്സിങ് ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഇവർക്ക് അങ്ങനെ അറിയാൻ തുടങ്ങിയതേയില്ലല്ലോ. ഇങ്ങനെ ദുബൈയിൽ നിന്നെല്ലാം വന്ന് എല്ലാം ഇങ്ങനെയെല്ലാം കൊണ്ടുവരുത്തുണ്ട് ഇതൊന്നും അങ്ങനെ വലിയൊരു ഐഡിയ ഇല്ല നമ്മൾ അവിടെ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ഇതിങ്ങനെ ഓപ്പൺ ആക്കാനും ഓരോരോ സാധനങ്ങളെല്ലാം എടുക്കാനും. പിന്നെ ഇവർക്ക് വേണ്ട കൂടുതലും ടോയ്സും കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ അതിലുള്ളത്. പിന്നെ കുറച്ച് ചപ്പൽസ് കാര്യങ്ങൾ. പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണ് ഞാനിത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു നല്ല രസമല്ലേ ഇതെല്ലാം കാണാൻ വേണ്ടിക്ക്. അപ്പോൾ ഇത് വീഡിയോ എടുത്തതൊന്നും കറക്റ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഇത് വേഗം ഇങ്ങനെ ഓരോ സാധനമെല്ലാം എടുക്കലെല്ലാം ആക്കിയിട്ട് പിന്നെ ഇവരിടക്ക് പിന്നെ അതൊന്നും നടക്കുകയും ചെയ്യില്ല. നല്ല സമാധാനത്തിലൊന്നും ഓപ്പൺ ആക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് 3 ആളും കൂടി അപ്പുറത്തെ എല്ലാം വാരിയെടുക്കൽ തന്നെ കേട്ടോ ഇതിൽ നിന്നുണ്ടായത്. ഇനിയിപ്പോൾ ഇതാ സെക്കൻഡ് ബോക്സും കൂടി ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. ഒരു ബോക്സിലും അത്യാവശ്യം ടോയ്സും കാര്യങ്ങളെല്ലാം തന്നെയാണ് കേട്ടോ ഈ ഒരു ബോക്സിലും ഉള്ളത്. പിന്നെ നമ്മളെ പുതിയ ആൾക്ക് കുറച്ച് കൊൽക്കട്ടയെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഇതൊന്നും ഇപ്പോൾ പിടിക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം അങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി അവരെന്നെ ഓപ്പൺ ആക്കും. ഇനിയിപ്പോൾ ഇതാ ഇതിലും ഇതുപോലത്തെ കുറേ അല്ലറ ചില്ലറ ഐറ്റംസ് തന്നെയാണ് കേട്ടോ. പിന്നെ
പിന്നെ ഇങ്ങനത്തെ എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചെറുപ്പത്തിലെല്ലാം ഇങ്ങനെ ഉപ്പെല്ലാം നാട്ടിലേക്ക് വരുന്ന ടൈമിലുണ്ടല്ലോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഈ ഒരു പെട്ടിയെല്ലാം ഓപ്പൺ ആക്കിയിട്ട് കാണാൻ. കാരണം ഈ ഒരു പെട്ടി ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. ആ ഒരു ഏത് സാധനത്തിനായാലും നല്ലൊരു മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സ്മെല്ല്. നേരെ മറിച്ച് നമ്മൾ ആടുന്ന് ഇതെല്ലാം പാക്ക് ചെയ്യുന്ന ടൈമിലൊന്നും ഒരു സ്മെല്ലും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പെട്ടി ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു സ്മെല്ലാണ്. ആ ഒരു ദുബൈത്തെ വേറെ തന്നെ ഒരു സ്മെല്ല് വരാനുണ്ട്, നല്ലൊരു മണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മണം. ഇനിയിപ്പോൾ ഇതാ ഇതിൽ നമ്മുടെ ടിഷ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. കാരണം ഈ ഒരു നമുക്ക് ഈ ഹാൻഡ് ബാഗിലെല്ലാം വെച്ചിട്ട് കൊണ്ടുപോകാൻ നല്ല യൂസാണ് കേട്ടോ ഈ ഒരു ടിഷ്യൂസ് ചെറിയ. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫോയിൽ, പിന്നെ കുറേ ലിക്വിഡ് ഐറ്റംസ്, പിന്നെ ഇത് നമ്മൾ ആ ഒരു പൊടി തട്ടുന്ന സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം എന്താണ് ക്ലീനിങ്ങിൻ്റെ കുറച്ച് സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞില്ല, മുമ്പ് നമ്മൾ അവിടെ നിന്ന് യൂസ് ചെയ്ത കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് റൂമെല്ലാം ഒഴിവാക്കുന്ന ടൈമിൽ ഉണ്ടായ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഓരോരോ നമ്മളെ ഫ്രണ്ട്സിനെല്ലാം കുറേ പാത്രങ്ങളും അങ്ങനെയെല്ലാം ആയിട്ട് നമ്മളെ ഫാമിലി ആയിട്ട് അങ്ങനെ കുറച്ചെല്ലാം കൊടുത്തിന് കേട്ടോ. പിന്നെ ബാക്കി ഹസ്ബൻഡ് നിൽക്കുന്ന ആ ഒരു ഒറ്റയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു റൂമിലേക്കും ബാക്കി കുറച്ചെടുത്ത്, കാരണം ഒരുപാട് പാത്രങ്ങളുണ്ട്. ഞാനിങ്ങനെ വീഡിയോ ചെയ്യാനെല്ലാം ഒരുപാട് പാത്രങ്ങളെല്ലാം ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടലാണ്. അപ്പോൾ അങ്ങനെ കുറേയെല്ലാം ഉണ്ടായിന്. അപ്പോൾ കുറച്ചെടുത്ത് ബാക്കി നമ്മളെ ഫ്രണ്ട്സിനെല്ലാം കൊടുക്കാനായിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ നിങ്ങൾ അധികം കമൻറ്റിലെല്ലാം ചോദിക്കുന്നതാണ് ഇനി ഗൾഫിലേക്ക് പോകുന്നില്ലേന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ, ഇനി ഇപ്പോഴേ ഗൾഫിലേക്ക് പോകുന്നില്ല എന്ന്. കാരണം ചെറിയ മക്കളെല്ലാം ആയതുകൊണ്ട് തന്നെ പോയി കഴിഞ്ഞാൽ എനിക്ക് തന്നെ ആയിരിക്കും എല്ലാ പണികളും. നാട്ടിലാകുമ്പോൾ നമുക്ക് എല്ലാവരും ഹെൽപ്പിന് ആളെ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടെല്ലാം ഇനി ഇൻഷാ അല്ലാഹ് കുറച്ച് നാളത്തേക്ക് ഗൾഫിലേക്ക് ഇല്ല. ഇപ്പോൾ നാട്ടിൽ തന്നെ സെറ്റിലായി മക്കളുടെ ചേർക്കുകയെല്ലാം ചെയ്ത് ഇനിയിപ്പോൾ കുറച്ച് നാട്ടിൽ നിൽക്കണ്ടേ, നമ്മളെപ്പോൾ അടുത്ത് തന്നെ നിന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇവിടെ നല്ല പണി തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്നേ എടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.